സുന്ദരീസ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നമ്മൾ കാശ്മീരാണ്. ഇന്നലെ ഞാൻ പെഹൽഗാമിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ 2 തേർമൽസും ഒരു സ്വെറ്ററും ഒക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഓവറായിട്ടാണ് പോണേന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയിട്ടുള്ള സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് മനസ്സിലാക്കിയത് അത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഒട്ടും കുറയ്ക്കില്ല, നമുക്ക് 2 തേർമൽസും 2 സ്വെറ്ററും എത്ര ഔട്ട്ഫിറ്റ്സ് ഇടാൻ പറ്റുമോ അത്ര ഇട്ടിട്ട് പോവാം, കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തേർമൽ ഉണ്ട്, രണ്ടാമത്തെ തേർമൽ, അതുപോലെ താഴെയാണെങ്കിലും അതെ ഞാനൊരു തേർമൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും എനിക്കിപ്പോൾ തണുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ ഒരു ഗ്ലൗസ് ഇടാം കേട്ടോ, പകുതി കവർ ചെയ്യുന്ന ഗ്ലൗസ്, തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ ഇതിടാം. ഓക്കെ, ഇനി നമുക്ക് ജീൻസ് എന്താ വെച്ചാൽ ഇത്രയും ലെയറിങ് ആകുമ്പോൾ ഉണ്ടല്ലോ ഇത് കയറ്റിയിടാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ഹുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഇതാ ഇങ്ങനത്തെ എക്സ്ട്രാ ആഡ് ഓൺ ഹുക്സ് കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ജാക്കറ്റ് ഇടാം. ഇത് മേടിച്ചത് നന്നേ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ജാക്കറ്റാണ്. 600 രൂപയുള്ളൂ. ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇത് ആവശ്യം വരുമോ ആവശ്യം വരില്ല, ഇത്രയ്ക്കൊക്കെ ആവശ്യം വരുമോ ഞാൻ വിചാരിച്ചു സാരില്ല, ഇനി ഇവിടെ വന്നിട്ട് തപ്പിത്തരയാൻ നിൽക്കണ്ടല്ലോ. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ബട്ടൺ ഇടാം. ഒന്ന് മുടി കെട്ടിട്ടോ ഹെയർ സിറം വെച്ച് ഒതുക്കണം ഞാൻ വിചാരിച്ചു, പക്ഷെ എന്തായാലും ഇനി തൊപ്പിയൊക്കെ ഇടുമ്പോൾ അതങ്ങ് പോവും. പിന്നെ ഇതേ ഒരു ചെറിയ ഹൂപ്സ് ഇട്ടുണ്ട്, പക്ഷെ അത് പിന്നെയും പഴുത്തു കേട്ടോ. ശരിയായതായിരുന്നു, സാരല്ല, ഈ ഭാഗത്ത് കുഴപ്പമില്ല. ഇനി നമുക്ക് ബിനി ക്യാപ്പ് വെക്കാം, അത് ഞാൻ അവിടെ എത്തിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കണത്. പകരം നമുക്ക് തല ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്, പകരം നമുക്ക് ഇത് വെച്ചാലോ. പക്ഷെ ചെവി വേദനിക്കുമോ? അയ്യോ എൻ്റെ ചെവി ദൈവമേ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. റെഡി. ഇനി നമുക്ക് ബൂട്ട്സാണ് ഇടാനുള്ളത്, അത് ഞാൻ താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് പോയി കഴിഞ്ഞാൽ, പക്ഷേ എന്തായാലും അവിടെ നിന്ന് റെൻറ്റിന് നമ്മൾ വേറെ മറ്റേ ആ ഒരു പ്ലാസ്റ്റിക് ഭയങ്കര വലിയ ബൂട്ട്സില്ലേ, അത് റെൻറ്റിന് എടുക്കുന്നുണ്ടാവും. ഈ ഒരു ഹീറ്റ് പാച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് അവിടെ എത്താറാകുമ്പോൾ വെക്കാം. ഒരു 10-15 മിനിറ്റ് മുമ്പ് വെച്ചാൽ മതി. അപ്പോൾ ഒരു 8 മണിക്കൂറോളം നമുക്ക് ചൂടുണ്ടാവും. നമുക്ക് ജാക്കറ്റിൻ്റെ ഉള്ളിലോ ഷൂസിൻ്റെ അടിയിലൊക്കെ വെക്കാം കേട്ടോ. അമ്മ ജീവിതത്തിൽ ഇത്ര അധികം ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴും നടക്കണില്ലേ? ഇപ്പോഴും നടക്കണം. എനിക്ക് തോന്നുന്നു അമ്മ ഒരു 5 ലെയർ ഇട്ടിട്ടുണ്ട്. 5 ജാക്കറ്റിന് 2 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മീതെ ഇടില്ലേ? ഇതിന്റെ മീതെ ഒരു ജാക്കറ്റും കൂടി ഇടുന്നുണ്ട്, അത് അവിടെ എത്തിയിട്ടാണ് ഇടുക. അപ്പോൾ നമുക്ക് പോവാം. നമ്മളിന്ന് കേബിൾ കാറിലൊക്കെ പോകുന്നുണ്ട്. എക്സൈറ്റഡ്, നമുക്ക് പോവാം.